നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യ ദിവസമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ വളരെയധികം ഭാഗ്യം വന്നു ചേരുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം എന്തെന്നാൽ സൂര്യഭഗവാന്റെ അതായത് ആദിത്യൻ്റെ സ്ഥാനം വളരെയധികം ശക്തപ്പെട്ടിരിക്കുകയാണ് ഈ പറയാൻ പോകുന്ന 15 നക്ഷത്രക്കാർക്ക്. ഇന്ന് നവംബർ 16 ഞായറാഴ്ച ദിവസം. ഇന്നേ ദിവസം മുതൽ 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ത്രിഗ്രഹി യോഗത്തിൻ്റെ ഗുണാനുഭവങ്ങളാണ് ലഭിക്കുവാനായി പോകുന്നത്. വളരെയധികം ഗുണങ്ങൾ വന്നു ചേരുന്ന ഒരു യോഗമാണ് 15 നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത്. അനുഗ്രഹങ്ങൾ ധാരാളമായി ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം. സൂര്യൻ്റെ സ്ഥാനം ശക്തപ്പെടുന്നതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം ശോഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സാമ്പത്തികമായി മികച്ച മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. അനുകൂല സമയമായതിനാൽ തന്നെ വരുമാന മാർഗങ്ങൾ തടസ്സപ്പെട്ട ആളുകൾക്ക്, അതായത് ജോലിയിൽ ഏതെങ്കിലും തടസ്സങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെയും ആ പ്രയാസങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. അത്ഭുതകരമായ മാറ്റമായിരിക്കും നിങ്ങളെ ഇന്നേ ദിവസം മുതൽ തേടിയെത്താൻ പോകുന്നത്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങളിൽ ഉണ്ടാകുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതം വളരെയധികം ശോഭിക്കുന്നതാണ്. പങ്കാളിയോടൊപ്പം മികച്ച സമയം ചിലവഴിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ഇനി എല്ലാ മേഖലകളിലും ദർശിക്കാൻ സാധിക്കുന്ന വളരെയധികം ശുഭകരമായ സമയമാണ്. ഭഗവാൻ സൂര്യനും അനുകൂലമായി നിൽക്കുന്നതിനാൽ തന്നെ ഇവിടെ ത്രിഗ്രഹി യോഗം ഇന്നേ ദിവസം മുതൽ ആരംഭിച്ചിരിക്കുന്നു. 5 രാശികൾ ഉൾപ്പെടുന്ന 15 നക്ഷത്രക്കാർക്ക് മഹാകേമ സമയങ്ങളാണ്. പ്രത്യേകിച്ച് 2025 തുടക്കത്തിലൊന്നും ഭാഗ്യം ലഭിക്കാത്ത പോയ ആളുകൾക്ക് ഈ നവംബർ ഡിസംബർ തുടങ്ങി അങ്ങോട്ടുള്ള 2026 പൂർണ്ണമായും വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. അപ്പോൾ ആദിത്യനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാൻ ആദിത്യന് വേണ്ടി നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ വഴിപാടാണ് നിങ്ങൾ നടത്തേണ്ടത് എന്നതുകൂടി ഒന്ന് പറഞ്ഞു തരാം. നമുക്കറിയുന്നതാണ്, നമ്മുടെ ഈ പ്രപഞ്ചം നിലനിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നിലനിൽപ്പിൻ്റെ ആധാരവും അതേപോലെ നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രത്യക്ഷ ദൈവവുമാണ് ഭഗവാൻ സൂര്യൻ. അതേപോലെ തന്നെ സർപ്പദൈവങ്ങൾ, ചന്ദ്രദേവൻ തുടങ്ങിയ ദൈവങ്ങൾ ഇവരെ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. എന്നതുപരി നമ്മുടെ ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നതിന് ഇവരുടെ വളരെയധികം അനുഗ്രഹം നമുക്ക് വേണ്ടത് തന്നെയാണ്. അതായത് കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായ സൂര്യഭഗവാൻ നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ്. എല്ലാവിധ രോഗദുരിതങ്ങൾ, നമ്മളുടെ മാനസികമായും ശാരീരികമായും വലച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാവിധ രോഗദുരിതങ്ങളിൽ നിന്നും ശാന്തി ലഭിക്കുന്നതിന് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം, മഹാദേവൻ്റെ അനുഗ്രഹം ഒക്കെ വേണം നമുക്ക്. എങ്കിൽ പോലും അതിലുപരിയായിട്ട് ആദിത്യൻ്റെ, അതായത് സൂര്യഭഗവാന്റെ അനുഗ്രഹം കൂടിയേ മതിയാകൂ. സൂര്യഭജനം വളരെയധികം ഉത്തമമാണ്. രാവിലെ ഉണർന്നതിന് ശേഷം ഭഗവാൻ സൂര്യനെ വന്ദിക്കുന്നത് വളരെയധികം ഉത്തമമായ ഫലം നൽകുന്നതാണ്. ത്രിമൂർത്തികളുടെ ചൈതന്യം നമുക്ക് വേണ്ടുന്നത് തന്നെയാണ്. അതെല്ലാം കൂടെ നിറഞ്ഞ നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ദേവനാണ് ഭഗവാൻ സൂര്യൻ. അപ്പോൾ ഭഗവാൻ സൂര്യനെ രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ നിത്യേന വന്ദിക്കുകയാണെങ്കിൽ ജീവിതം വളരെയധികം ശ്രേയസ്സോടുകൂടി മുന്നോട്ട് പോകും എന്നതും കൂടാതെ നിങ്ങളുടെ 7 തലമുറകൾക്ക് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി കൊണ്ട് ഗുണങ്ങളുണ്ടാകും. സമ്പത്ത് അടിക്കടി വളരെയധികം വർദ്ധിക്കുന്നതാണ്. കാരണം ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. ഓരോ ദിവസവും നമ്മൾ ഭഗവാൻ സൂര്യനെ വന്ദിച്ച് ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ പൂർണ്ണമായ ഗുണാനുഭവങ്ങൾ ഓരോ ദിവസവും നമ്മളിലേക്ക് വരും എന്നതുകൂടാതെ നമ്മളെ വലച്ചുകൊണ്ടിരിക്കുന്നതായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകുന്നതാണ്. ഏത് കാര്യത്തെയും അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകും. ശക്തി വർദ്ധിക്കുന്നതാണ്. ഭഗവാൻ സൂര്യനെ നിത്യവും നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന മാറ്റങ്ങൾ. അതേപോലെ തന്നെ സൂര്യപ്രീതിക്കായിട്ട് ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ്, സൂര്യസ്തോത്രം ജപിക്കാവുന്നതാണ്, ആദിത്യ ഹൃദയം ജപിക്കാവുന്നത്. ഇതൊക്കെ നമ്മൾ ജപിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ തലമുറകൾക്കും കീർത്തിയും ശ്രേയസ്സും ഉണ്ടാകുന്നതാണ്. കൂടാതെ ആയുരാരോഗ്യ സൗഖ്യവും വന്നു ചേരുന്നതാണ്. അതായത് പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കാൻ പാടുള്ളൂ. അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. നിത്യവും നിങ്ങളത് ചെയ്യുമ്പോൾ ഒരേ സമയം തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതായത് സമയം കൃത്യമായി പറയുമ്പോൾ ഒരു 6-നും 7-നും ഇടയിലുള്ള സമയം വളരെയധികം ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയാൻ പോകുന്ന 15 നക്ഷത്രക്കാരായ ആളുകളും
ദിവസവും സൂര്യഭഗവാനെ, ഇനി ഇതുവരെ നിങ്ങളത് അറിഞ്ഞില്ലെങ്കിൽ പോലും നാളെ മുതലുള്ള സമയം നിങ്ങളിത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലേക്ക് ധനം ഒഴുക്ക് വർദ്ധിക്കുന്നതിന്, കടങ്ങളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്നതിന്, കൂടാതെ നിലവിൽ നിങ്ങളെ ശാരീരികമായും മാനസികമായും വലച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാവിധ ശാരീരിക പീഡകളിൽ നിന്ന് നിങ്ങൾക്ക് ഭഗവാൻ സൂര്യൻ മോചനം തരുന്നതാണ്. അപ്പോൾ ഇതിനായി കൃത്യമായ ഒരു സമയം എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അതായത് 6-നും 7-നും ഇടയിലുള്ള സമയത്ത് വേണം സൂര്യവന്ദനം നടത്താനായിട്ട്. അത് ഉറക്കമുണർന്ന് നേരെ വന്ന് ചെയ്യുകയല്ല. ഒന്ന് കുളിച്ച് ഫ്രഷാകാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലാതെ പല്ലൊക്കെ വൃത്തിയാക്കി കൈയും കാലും മുഖവും കഴിയതിന് ശേഷം വന്ന് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. നിത്യേന ജപിച്ചു പോവുകയാണെങ്കിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മനസ്സിൽ തെളിച്ചമുണ്ടാകും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് മനസ്സ് ഷാർപ്പാകണം, അതേപോലെ ബുദ്ധിയും ഷാർപ്പാകണമെങ്കിൽ മാത്രമേ വിദ്യ കൊണ്ട് കീർത്തി നേടാനാകൂ. അതായത് പഠിക്കുന്ന വിദ്യ നമുക്ക് പ്രാവർത്തികമാക്കാനും അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എപ്പോഴും ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കേണ്ടതാണ്. സൂര്യശോഭയുണ്ടാകും, അതായത് സൂര്യനെ പോലെ കത്തിജ്വലിക്കുവാൻ സാധിക്കുമെന്നതാണ്. ഗ്രഹപ്പിഴപരമായ ദോഷങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി നേടാനും ദിനവും ഭഗവാൻ സൂര്യനെ ഭജിക്കുന്നതിലൂടെ സാധിക്കും. എന്നാൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് അസ്തമയ ശേഷം സൂര്യപ്രീതികരമായ ഒരുവിധ മന്ത്രങ്ങളും ജപിക്കുവാൻ പാടില്ല എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹമാണ് വന്നിരിക്കുന്നത്. സൂര്യ തേജസ്സോടുകൂടി ഉയർന്നെഴുന്നേൽക്കുവാനുള്ള ഭാഗ്യം കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്നേ ദിവസം മുതൽ 15 നക്ഷത്രക്കാർക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ആദിത്യ ഹൃദയം ജപിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ്. സൂര്യസ്തോത്രം ജപിക്കാവുന്നതാണ്. ഏത് ജപിക്കുമ്പോഴും രാവിലെ 6-നും 7-നും ഇടയിലുള്ള സമയം വേണം തിരഞ്ഞെടുക്കാൻ. അത് ഒരു ദിവസം ചെയ്തിട്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്യുകയല്ല, ഇത് തുടർന്നു കൊണ്ടേയിരിക്കുക. അതിനനുസരിച്ച് രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. ശാരീരിക പീഡകളിൽ നിന്ന് മോചനം ലഭിക്കും. സാമ്പത്തികമായി ശോഭയുണ്ടാകും. മനസ്ധൈര്യം വർദ്ധിക്കുന്നതാണ്. അതിലുപരി നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടമുണ്ടാകും. നിങ്ങളുടെ ആ ഒരു പ്രഭ വർദ്ധിക്കും. സൂര്യ തേജസ് എന്ന് പറഞ്ഞില്ലേ, ആ സൂര്യ തേജസ്സോടുകൂടി മുന്നോട്ട് പോകുവാനും ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കുന്ന ദിവസങ്ങളാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 5 രാശിയിൽ വരുന്ന 15 നക്ഷത്രക്കാരുടെ കേമ സമയമാണ് ഇന്നേ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നത് കൂടി ഒന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകരം, ഇടവം രാശിക്കാരായ ആളുകൾക്ക് മികച്ച ദിവസങ്ങളാണ് ഇന്നേ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത്. ഭഗവാൻ ആദിത്യൻ്റെ അനുഗ്രഹം നിമിത്തം കൂടുതൽ സമയങ്ങളും വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിനിയോഗിക്കുന്നില്ല എന്നതല്ല, ഇനി വിനിയോഗിക്കുമ്പോൾ ആ സമയങ്ങളൊക്കെയും നിങ്ങൾക്ക് ഇരട്ടി ഫലവും നേട്ടവും തരും. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഗുണകരമായ ഫലങ്ങളെ ചിലപ്പോൾ പ്രദാനം ചെയ്യാറില്ല. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിജയിക്കും, ചിലത് പരാജയപ്പെടാറുണ്ട്. കൂടുതലും പരാജയങ്ങളായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നേ ദിവസം മുതൽ ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നതിനാൽ തന്നെ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ വിജയമുണ്ടാകുന്നതാണ്. വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉടനടി നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായി നല്ല ഒരു വരുമാന മാർഗം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതാണ്. പക്ഷേ പണം ചിലവഴിക്കുമ്പോൾ കൃത്യത വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും അനുകൂലമായ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം, സമാധാനം, ഐക്യമുണ്ടാകും. ദമ്പതികൾക്കിടയിൽ ഐക്യമുണ്ടായാൽ മാത്രമേ ആ ഒരു ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അതിനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. ആരോഗ്യപരമായും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റമുണ്ടാകും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ദിനവും ഒരു സമയം തന്നെ തിരഞ്ഞെടുക്കുക. 6-നും 7-നും ഇടയിലുള്ള സമയം ദൈനംദിനം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെപ്പോലെ തന്നെ ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുന്നതിനും അല്പസമയം മാറ്റിവെക്കുക. ബിസിനസ് കൊണ്ടുള്ള നേട്ടങ്ങൾ വളരെയധികം നിങ്ങളെ തേടിയെത്തുന്നതിന് ഇതൊക്കെ സഹായകമാകുന്നതാണ്. വളരെയധികം ഭാഗ്യ അനുകൂലമായി വന്നു നിൽക്കുന്നതിനാൽ നിങ്ങൾ പ്രത്യക്ഷ ദൈവമായ ഭഗവാൻ സൂര്യനെ ദിനവും പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഭാഗ്യവും നേട്ടവും മഹിമയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. പുണർദം, പൂയം, ആയില്യം കർക്കിടക രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിലും ഇന്നേ ദിവസം മുതൽ ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നിമിത്തം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് അവസാനമുണ്ടാകും. രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുന്നതിനാൽ തന്നെ അണികൾ തന്നെ വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഏറ്റുപറയുവാൻ അല്ലെങ്കിൽ അതിൻ്റെ മഹിമ അറിയുവാൻ തന്നെ കൂടെ ആളുകൾ ഉണ്ടാകുന്നതാണ്. നിലവിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായി നിങ്ങൾ
ദിവസവും ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുകയാണ് ഇനി മുതൽ വേണ്ടുന്നത്. ഇതുവരെ നിങ്ങൾക്കത് അറിവുണ്ടായിട്ടില്ല, പക്ഷേ നാളെ മുതലുള്ള ദിവസം നിങ്ങൾ തീർച്ചയായും രാവിലെ 6-നും 7-നും ഇടയിലുള്ള സമയം ഭഗവാൻ സൂര്യനെ വന്ദിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ദിനവും ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നതിൻ്റെ കൂടെ തന്നെ ഇത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ശാരീരികവും മാനസികവുമായ സൗഖ്യം വന്നു ചേരുന്നതിന് സഹായകമാകുന്നതാണ്. പങ്കാളിയോടൊപ്പം മികച്ച സമയം ചിലവഴിക്കാൻ സാധിക്കും. പുതിയ ചില ആശയങ്ങളൊക്കെ മനസ്സിൽ വന്നു ചേരുക, അതായത് ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാവന മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നതിനും ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇരട്ടി പ്രോഫിറ്റ് നമ്മളിലേക്ക് എത്തുന്നത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷേ നമ്മളിലേക്ക് ഒരു ആശയങ്ങളും എത്തപ്പെടാറില്ല. എന്നാൽ ഇവിടെ ഭഗവാനെ നാളെ മുതൽ നിങ്ങൾ രാവിലെ 6-നും 7-നും ഇടയിലുള്ള സമയം സൂര്യ നമസ്കാരം ചെയ്യുകയും ഭഗവാനെ സൂര്യനെ പ്രീതിപ്പെടുത്തുകയും അതേപോലെ ഗായത്രി മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാനുള്ള ആശയങ്ങൾ രൂപീകൃതമാവുകയും നിങ്ങൾക്ക് സ്വയമായി അഭിമാനിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട, വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും ഇന്ന് നവംബർ മാസം 16 മുതലുള്ള സമയങ്ങൾ വളരെയധികം ഭാഗ്യത്തിൻ്റേതാണ്. ബിസിനസ് സംബന്ധമായും പല മാറ്റങ്ങളൊക്കെ വന്നു ചേരും. ജീവിതത്തിൽ ഭാഗ്യം തേടിയെത്തുന്ന സമയമാണ്. നിങ്ങളും ദിനവും 6-നും 7-നും ഇടയ്ക്ക് രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയം സൂര്യ നമസ്കാരത്തിനായി അല്പനിമിഷങ്ങൾ മാറ്റിവെക്കുക. നൽകിയ പണമൊക്കെ തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കിനി അനുഭവത്തിൽ വരുന്ന സമയമാണ്. പരിചയത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ആർക്കും ധനം കടം കൊടുക്കാനായി പോകരുത്. അത് പലവിധ ബുദ്ധിമുട്ടുകളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ്. ഇവിടെ വീട് അല്ലെങ്കിൽ സ്വർണ്ണാഭരണം, വാഹനം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. മികച്ച സമയം തന്നെയാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകുന്ന സമയം. പങ്കാളിയോടൊപ്പം കൂടുതൽ സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കാനും ഭഗവാൻ ആദിത്യൻ്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളാണ് ഇന്നേ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത്. ഉത്രാടം, തിരുവോണം, അവിട്ടം മകരം രാശിക്കാരായ ആളുകൾക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന പ്രത്യക്ഷ ദൈവമായ ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുക. രാവിലെ 6-നും 7-നും ഇടയിലുള്ള സമയം അതേപോലെ കൃത്യത പുലർത്തുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഒരു ദിവസം ഈ സമയം ചെയ്ത് മറ്റൊരു ദിവസം എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ചെയ്ത് അങ്ങനെയല്ല. എപ്പോഴും 6-നും 7-നും ഇടയ്ക്ക് കൃത്യമായ ഒരു സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുക. ഗായത്രി മന്ത്രം ജപിക്കുക. ആദിത്യ ഹൃദയം ജപിക്കുക. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐക്യം ഇതൊക്കെ വന്നു ചേരുന്നതിന് ഭഗവാൻ സൂര്യനെ പ്രീതിപ്പെടുത്തുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജോലി മാറുന്നതിന് ശ്രമിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ വന്നെത്തുന്ന സമയമാണ്. ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾ തീർച്ചയായും ഭഗവാൻ ആദിത്യനെ പ്രാർത്ഥിക്കുക, ആദിത്യ നമസ്കാരം ചെയ്യുക. ജീവിതത്തിൽ നിങ്ങളെ വലച്ചുകൊണ്ടിരിക്കുന്നതായ സകലവിധ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ കരകയറാനായി ഏകമാർഗം ഭഗവാൻ സൂര്യനെ വന്ദിക്കുക എന്നതാണ്. ദിവസവും ഒന്ന് ചെയ്തു നോക്കിയാട്ടെ. ജീവിതത്തിൽ വളരെയധികം കീർത്തി ഉണ്ടാകും. മാനസികമായും ശാരീരികമായും സമാധാനവും സന്തോഷവും ശോഭയും വർദ്ധിക്കുന്നതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനം രാശിക്കാരായ ആളുകൾക്കും വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങളാണ് ഇന്നേ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷം, സമാധാനം ഉണ്ടാകും. നിങ്ങളും ഭഗവാൻ സൂര്യനെ, ആദിത്യനെ പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു പിന്തുണ ഉണ്ടാകുന്നതിന് ഭാഗ്യത്തിൻ്റെ പിന്തുണ ധാരാളമായി വേണ്ടുന്ന രാശിക്കാർ കൂടിയാണ്. പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് പലതും നഷ്ടപ്പെട്ടു പോയ നിങ്ങൾക്ക് ആ നഷ്ടങ്ങളൊക്കെ തിരുത്തി കുറിക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ തീർച്ചയായും രാവിലെ കുറച്ച് നേരം 6-നും 7-നും ഇടയിലുള്ള സമയം സൂര്യ നമസ്കാരത്തിനായി നിങ്ങളൊന്ന് മാറ്റിവെച്ച് നോക്കിയാട്ടെ. അതേപോലെ കുട്ടികൾ, മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ദുരിത മോചനം ഉണ്ടാകുന്നതിന് നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതിയാകും. അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരു മികച്ച സമയങ്ങളാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ മികച്ച സമയങ്ങൾ മികച്ച രീതിയിൽ ശോഭനമായ ഭാവിയോടുകൂടി നിങ്ങളിലേക്ക് എത്തുന്നതിന് ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹമാണ് നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, അതേപോലെ സൂര്യപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, ഭഗവാൻ സൂര്യനെ വന്ദിക്കുക. ഒന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഭഗവാൻ സൂര്യനെ അല്പനേരം മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ മതിയാകും. ആദിത്യ ഹൃദയം ജപിക്കാവുന്നതാണ്, സൂര്യഗായത്രി ജപിക്കാവുന്നതാണ്. ഗായത്രി മന്ത്രം
മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെയധികം ശോഭനമായ ഒരു മാറ്റം, അതേപോലെ തന്നെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ പോസിറ്റീവായി നിൽക്കുന്നതിന് സഹായിക്കും. അതിലുപരി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും ആ പോസിറ്റിവിറ്റി നിലനിൽക്കുന്നതിന് സഹായകമാകുന്നതാണ്. ഈ 15 നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങൾ തീർച്ചയായും ഭഗവാൻ സൂര്യനെ ദിനവും പ്രാർത്ഥിക്കേണ്ടതാണ്. മനസ്സമാധാനം വർദ്ധിക്കുന്നതാണ്. അതേപോലെ മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനമുണ്ടായി അവരുടെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കുന്നതിനായും സൂര്യ നമസ്കാരം അല്ലെങ്കിൽ ഭഗവാൻ സൂര്യനെ വന്ദിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സഹായകമാകുന്നതാണ്. അതേപോലെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ പല ചെയ്തികളിൽ നിന്നും അവരുടെ അടിച്ചമർത്തലുകളിൽ നിന്നും രക്ഷ നേടുന്നതിനും ഭഗവാൻ സൂര്യനെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ നിങ്ങളുടെ ശാരീരികമായും മാനസികമായും ഉണ്ടായിട്ടുള്ള പലവിധ വ്യതകളിൽ നിന്ന് ശരീരത്തിന് ഊർജ്ജവും ഉന്മേഷവും ചെയ്യുന്ന കാര്യങ്ങളിൽ ഗുണവും ഉണ്ടാകുന്നതിനും നിങ്ങൾക്ക് സൂര്യപ്രീതി വളരെയധികം അത്യാവശ്യമാണ്. രോഗമോചനങ്ങൾ, അതായത് സകലവിധ രോഗങ്ങളിൽ നിന്നും മോചനം നിങ്ങൾക്കുണ്ടാകുന്നതിന് നിങ്ങൾ ഭഗവാൻ സൂര്യനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ഈ 15 നക്ഷത്രക്കാരും നാളത്തെ ദിവസം മുതൽ തീർച്ചയായിട്ടും രാവിലെ ഗായത്രി മന്ത്രം ജപിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് എത്ര ഉരു വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. 9 ഉരു ജപിക്കുക, അല്ലെങ്കിൽ 21, 108, അങ്ങനെ എത്രയോ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു നിങ്ങൾ ജപിച്ചു നോക്കൂ. മനസ്സമാധാനം വർദ്ധിക്കുന്നതാണ്. കർമ്മമേഖലയിൽ ഉയർച്ചയുണ്ടാകുന്നതാണ്. കർമ്മമേഖലയിൽ ശത്രുതാ രീതിയിൽ നിങ്ങളെ ആര് എന്ത് ചെയ്താലും, വാക്കാൽ പറഞ്ഞാലും പ്രവൃത്തിയായി ചെയ്താലും അതിൽ നിന്ന് മോചനം, മാറ്റം നിങ്ങൾക്കുണ്ടാകും. സകലവിധ രോഗങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ, അലർജികൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ മോചനമുണ്ടാകും. അതിന് നിങ്ങൾ തീർച്ചയായും നേടേണ്ടത് ഭഗവാൻ സൂര്യൻ്റെ കൃപയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സൂര്യ നമസ്കാരം ചെയ്യുക. അതായത് രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം ഒന്ന് കുളിച്ച് ശുദ്ധമാവുക, അല്ലെങ്കിൽ മുഖവും പല്ലൊക്കെ തേച്ച് മുഖവും കൈയും കാലും കഴുകിയതിന് ശേഷം ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുക. ഗായത്രി മന്ത്രം ജപിക്കാം, സൂര്യഗായത്രി മന്ത്രം ജപിക്കാം. അതേപോലെ നിങ്ങൾ അറിയുന്നതായ സൂര്യമന്ത്രങ്ങളൊക്കെ, ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുന്നതൊക്കെ വളരെയധികം ഫലം നൽകുന്നതാണ്. നമ്മൾ എത്രയോ കേട്ട് കഥകളാണ്, പക്ഷേ അതൊന്നും നമ്മൾ പ്രാവർത്തികമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാറില്ല. ഒരു ചെവി കൂടെ കേൾക്കും, മറ്റൊരു ചെവി കൂടെ കളയും. പക്ഷേ ഇതൊക്കെ എത്രത്തോളം ഇമ്പാക്റ്റ് നമ്മളിലേക്ക് തരും എന്നത് നമ്മളിത് ജപിച്ച് തുടങ്ങിയാലേ മനസ്സിലാകൂ. അല്ലാതെ വാഗൊണ്ട് പറഞ്ഞാലൊന്നും മനസ്സിലാകുകയില്ല. നിങ്ങൾ നാളത്തെ ദിവസം മുതൽ, ഇപ്പോൾ ഭഗവാൻ സൂര്യൻ വളരെയധികം അനുഗ്രഹം നിങ്ങളിലേക്ക് ചുരിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ നാളെ മുതൽ ഇതൊന്ന് തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്തും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടേതായ സകലവിധ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറും. കൂടാതെ അവർക്ക് വിദ്യയിൽ വളരെയധികം ശോഭിക്കാൻ വരെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സാധ്യമാകുന്നതാണ്. അപ്പോൾ ഇന്നേ ദിവസം മുതൽ 15 നക്ഷത്രക്കാർക്ക് ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം വന്നു ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ കൂടുതലായി ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ രാവിലെ ഭഗവാൻ സൂര്യനെ വന്ദിക്കുക, സൂര്യഗായത്രി ജപിക്കുക, ഗായത്രി മന്ത്രം ജപിക്കുക. അതേപോലെ ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരണേ എന്ന് ആ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സൂര്യഭഗവാനെ നോക്കി കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും നാളത്തെ ദിവസം മുതൽ വന്നു ചേരാൻ പോവുകയാണ്. നന്ദി.